കണ്ണൂരിൽ തസ്ലീമ, കൊച്ചിയിൽ ക്രിസ്റ്റീന, കർണാടകയിൽ മഹിമ. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ യുവതി ഓരോ നാട്ടിലും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. തസ്ലീമ സുൽത്താനയ്ക്ക് കേരളത്തിലും തമിഴ്നാട്ടിനും പുറമെ കർണാടകയിലും ലഹരി വിൽപ്പനയുണ്ടെന്നാണ് എക്സൈസ് കണ്ടെത്തൽ. വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഉപയോഗിച്ചാണ് ഇവർ ആൾമാറാട്ടം നടത്തിയിരുന്നത്. സിനിമാ താരങ്ങൾക്ക് പുറമെ മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ ലഹരി സംഘങ്ങളുമായും ഇവർക്ക് ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. യുവതി കേരളത്തിലെത്തിച്ച 6 കിലോ കഞ്ചാവ് ആർക്കൊക്കെ നൽകി എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ജനിച്ചു വളർന്ന കണ്ണൂരിൽ തസ്ലീമ, ചെന്നൈയിൽ തസ്ലീമ സുൽത്താൻ, സിനിമാ ലോകത്തും മട്ടാഞ്ചേരിയിലെ ലഹരി ഗുണ്ടാ മാഫിയകൾക്കിടയിലും ക്രിസ്റ്റീന. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം കർണാടകയിൽ മഹിത മധു. സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ലഹരി വലയിലെ പ്രധാന കണ്ണിയാണ് തസ്ലീമ സുൽത്താന. വിവിധ നാടുകളിൽ വിവിധ ഭാഷ സംസാരിക്കുന്ന, എല്ലായിടങ്ങളിലും വ്യാജ ആധാർ കാർഡുകളും ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടെയുള്ള, വേണമെങ്കിൽ ആളുകളെ കായികമായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഗുണ്ടാ പശ്ചാത്തലമുള്ള ഡ്രഗ് ഡീലർ. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്കാണ് എറണാകുളത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി റെന്റേ കാറിൽ ആലപ്പുഴയിലേക്ക് തിരിക്കുന്നത്. കാർ വാടകയ്ക്കെടുക്കുന്ന സ്ഥാപനത്തിൽ അനീഷ് കൃഷ്ണ എന്നയാൾ തസ്ലീമയെ പരിചയപ്പെടുത്തിയത് കർണാടക സ്വദേശിനി മഹിമ മധുവായി. നൽകിയ തിരിച്ചറിയൽ രേഖകളാകട്ടെ കർണാടകയിലെ ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും. വിലാസം ഇങ്ങനെ: TB ഫ്ലാറ്റ് നമ്പർ 902 ഇ ടവർ, മാൻഡവി എമറാൾഡ്, എൻ പോയിന്റ് റോഡ്, മണിപ്പാൽ, ഉടുപ്പി. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ പേരും അഡ്രസ്സും മാറുന്നു. തസ്ലീമ എസ്, 85 4th സ്ട്രീറ്റ്, ഉലകനാഥപുരം, എണ്ണൂർ, കട്ടിവക്കം, തിരുവല്ലൂർ. എറണാകുളം മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ ലഹരി സംഘങ്ങൾക്ക് ക്രിസ്റ്റീന എന്ന പേര് സുപരിചിതമാണ്. ഫോട്ടോഷൂട്ടിനെത്തിയ മോഡലിനെ 3 ദിവസം മുറിയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിലെ സംഭവത്തിലെ കാവൽക്കാരിയും മുഖ്യപ്രതികളിൽ ഒരാളുമായിരുന്നു ക്രിസ്റ്റീന. അങ്ങനെ നീളുന്നു കാക്കനാട്ടെ ക്രിസ്റ്റീന റെസിഡൻസി കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ ലഹരി കഥകളുടെ പശ്ചാത്തലം. ലഹരിക്കാർക്കിടയിൽ പുഷെന്നും ബുഷെന്നും അറിയപ്പെടുന്ന കഞ്ചാവ് 6 കിലോ ലഭ്യമായിട്ടുണ്ടെന്നാണ് ആലപ്പുഴയിലേക്ക് വരുന്നതിന് തൊട്ടുമുമ്പുള്ള തസ്ലീമയുടെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് ലഭ്യമായ വിവരം. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ടൂറിസം കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു ലക്ഷ്യം. പ്രധാനമായും കായൽ ടൂറിസവും ഹൌസ് ബോട്ടുകളും. പിടിയിലായ ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് അധികം സഹകരിക്കാതിരുന്ന തസ്ലീമയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് തേടേണ്ടതായുണ്ട്. ഫോൺ രേഖകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ റിപ്പോർട്ട് ലഭ്യമാകുന്നതോടെ കൂടുതൽ വലിയ സ്രാവുകൾ, സ്വർണത്തേക്കാൾ വിലയുള്ള കഞ്ചാവ് വിൽപ്പനയുടെ കേസിൽ കണ്ണി ചേർക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.